എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് കൂട്ടുകാരെ നമ്മോടെ കമൻറ്റ് വഴി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സോളാർ പാനലിന് വില കുറയുമോ എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആമസോൺ ആണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഇപ്പോൾ ഒരു സോളാർ പാനലിന് 500 തൊട്ട് 1500 2000 രൂപ വരെ ഒക്കെ കൂടിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇനി താമസിക്കാണ്ട് വില കുറയുമോ? അതിനുള്ള ഉത്തരം പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും വില കുറഞ്ഞു വന്ന ഒരു സോളാർ പാനലാണ് വാരി സോളാറിൻ്റെ 400 വാട്ടിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് സോളാർ പാനൽ. അത് ആമസോണിൽ 400 വാട്ട്സിൻ്റെ 2 എണ്ണം 11,500 രൂപയ്ക്ക് വരെ കിട്ടിയ ഒരു ദിവസമുണ്ട്. അതായത് 400 വാട്ട്സിൻ്റെ പാനൽ നമുക്ക് 5,800 രൂപയ്ക്ക് താഴെ കിട്ടിയ ഒരു ദിവസമുണ്ടായിരുന്നു. അവസാനം 400 വാട്ട്സിൻ്റെ പാനൽ അവർ പിൻവലിച്ചു. ഇപ്പോൾ 405 വാട്ട്സിൻ്റെ പാനലാണ് വന്നത്. അത് ഓഫർ ടൈമിലാണെങ്കിൽ 6,500 രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് ഒരു പാനലിന് നമുക്ക് ഒരു 8,000 രൂപ അടുത്ത് വരുന്നുണ്ട്. അത് കാർഡ് ഓഫറിൽ പിന്നെ കുറയുന്നതാണ്. ഇതാണ് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന 550 വാട്ട്സിൻ്റെ സോളാർ പാനൽ. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 12,500 ആണ്. കാർഡ് ഓഫറും ലഭിക്കും. അപ്പോൾ ഇനിയും പ്രൈസ് കുറയും. പിന്നെയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഒരു വർഷം മുമ്പ് വാങ്ങിയപ്പോൾ ഇതേ വില തന്നെയായിരുന്നു. അതായത് ആ ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്ന വിലയിലേക്ക് ഇപ്പോൾ ആ കുറഞ്ഞ വില കൂടി വന്നിരിക്കുകയാണ്. കുറച്ച് ഒരു 5-6 മാസം മുമ്പ് നല്ല രീതിയിൽ വില കുറഞ്ഞിട്ട് ഇപ്പം ആ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഒരു പ്രൈസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഞാൻ ഈ 550 വാട്ട്സിൻ്റെ പാനൽ വാങ്ങിയത്. ആ ഒരു പ്രൈസിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തി. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു കാർഡ് ഓഫർ ഉപയോഗിച്ചിട്ട് വാങ്ങുവാണെങ്കിൽ 10% കുറയും. അതായത് 1000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും പ്രൈസ് കുറവാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പോഴേ ആമസോണിൽ നമുക്ക് 705 വാട്ട്സിൻ്റെ സോളാർ പാനൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതിന് കാർഡ് ഓഫർ ഒന്നുമില്ലാണ്ട് 16,499 രൂപയാണ്. നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ വയ്ക്കാൻ ഒത്തിരി സ്ഥലം ഒന്നുമില്ലെങ്കിൽ ഇത് വേണം ഏറ്റവും കൂടിയ വാട്ട്സ് വരുന്ന പാനൽ വാങ്ങിച്ചു വെച്ചാൽ 1-2 പാനൽ വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ പരിമിതി കുറവൊക്കെ അവിടെ പരിഹരിക്കാൻ സാധിക്കും. മാക്സിമം നമുക്ക് കിട്ടാൻ പാകത്തിന് അത്ര വലിയ ഒരു സോളാർ പാനൽ നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്താൽ ആ ഒരു പാനലിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ എഫിഷ്യൻസി കൂടും എന്ന് മാത്രമല്ല, ഇപ്പം 705 വാട്ട്സിൻ്റെ 4 സോളാർ പാനൽ വയ്ക്കാൻ നിങ്ങൾക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റാൻഡ് നിർമ്മിക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന കമ്പിയും ചിലവും കുറവായിരിക്കും. പക്ഷേ ആ ഒരു 705 വാട്ട്സ് പാനൽ വയ്ക്കുന്ന അത്രയും കിട്ടുന്ന മൊത്തം കിട്ടുന്ന ആ ഒരു വാട്ട്സ് നിങ്ങൾക്ക് ചെറിയ പാനൽ വെച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അതിൽ കൂടുതൽ പാനൽ നിങ്ങൾ വെക്കേണ്ട ആവശ്യവും വരും. അപ്പോൾ ഒരുപാട് സ്ഥലവും വേണം. അതിന് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചിലവും കൂടും, എല്ലാം കൂടും. ഇതുമോണം വാട്ട്സ് കൂടിയ സോളാർ പാനലൊക്കെ വാങ്ങുമ്പോഴേ അതൊക്കെ താങ്ങാൻ പാകത്തിനുള്ള MPPTകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. മിക്ക കമ്പനിയും ഇപ്പോൾ VOC ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയുള്ള കാലത്ത് പാനലിൻ്റെ വാട്ട്സ് കൂടി വരുന്നതാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്, ആമസോണിൽ നിന്ന് നിങ്ങൾ സോളാർ പാനൽ വാങ്ങിച്ചു കഴിഞ്ഞാലേ അത് കിട്ടുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പണി കിട്ടുമോ എന്ന്. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടുമെന്നില്ല. പാനൽ കിട്ടുന്ന സമയത്ത് അത് പൊട്ടിയിരിക്കുകയാണെങ്കിലും ഒന്നെങ്കിൽ അവർ ആ ഒരു സാധനം തിരിച്ചെടുത്ത് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും, അല്ലെങ്കിൽ അത് തിരിച്ചെടുത്തിട്ട് വേറെ സോളാർ പാനൽ അയച്ചു കൊടുക്കുന്നതാണ്. ഒരുപാട് കൂട്ടുകാർ മേടിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മോശം അനുഭവമായിട്ട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, പൈസ പോയതായിട്ടൊന്നും. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴേ നമ്മൾ തന്നെ വണ്ടി വിളിച്ച് കൊണ്ടുവരികയാണെങ്കിൽ യാതൊരുവിധ ഡാമേജ് വരാണ്ട് വീട്ടിലെത്തിക്കണം. എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഷോപ്പുകാർ തിരിച്ചെടുക്കത്തില്ല, നമ്മുടെ പൈസ വെറുതെ പോകും. ആമസോണിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഷോപ്പ് ഒന്നുമില്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിയ സോളാർ പാനലാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഡെലിവറി ടൈമിലും ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുമ്പൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. സോളാർ പാനലേ വാങ്ങിയ സമയത്തേ നിങ്ങൾക്ക് എന്തെങ്കിലും പണി കിട്ടിയോ അല്ലെങ്കിൽ അതിനുശേഷം എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ
ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. സോളാർ പാനലിൻ്റെ വില അടുത്തെങ്ങും കുറയത്തില്ല എന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും കമ്പനിക്കാരോട് നമ്മൾ ചാറ്റ് ചെയ്ത് ചോദിക്കുമ്പോഴും അവർ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഈ ഒരു സോളാർ പാനൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ മെറ്റീരിയലിനൊക്കെ കോസ്റ്റ് കൂടി, അതുകൊണ്ട് പുതിയ സ്റ്റോക്ക് വരുംതോറും വില കൂടി വരുന്നെന്ന് അവർ പറയുന്നത്. സംഭവം ശരിയായിരിക്കണം. ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാർഡ് ഓഫറൊക്കെ ഉപയോഗിച്ച് വാങ്ങുവാണെങ്കിൽ കിട്ടുന്നതാണ്. പക്ഷേ ഇനി എത്ര രൂപ കൂടുമെന്നോ അല്ലെങ്കിൽ കുറയുമെന്നോ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ ഒരു 150 വാട്ട്സ് 200 വാട്ട്സ് 250 വാട്ട്സിൻ്റെ ഒക്കെ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് DC സോളാർ സെറ്റപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ആ ടൈപ്പ് സോളാർ പാനലിനൊക്കെ പണ്ടത്തേക്കാൾ വില കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വാങ്ങാൻ നല്ല ബെസ്റ്റ് ടൈമാണ്. പർച്ചേസ് ലിങ്ക് താഴെ കൊടുത്തേക്കാം.